കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനും വിഷ്ണുവും അനുക്കുട്ടിയും എല്ലാം കൂടി ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഈ ബാഗെല്ലാം കൊണ്ടുപോകുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഒരു വലിയ ലോങ് ട്രിപ്പാണെന്നല്ലേ, ഹെവി ആയിട്ട് കുറേ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. പക്ഷേ അതൊന്നും അല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒരു 1 നൈറ്റ് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു വീക്കെൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 1 ഡേ ട്രിപ്പാണ് സത്യത്തിൽ. 1 ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സ്റ്റേക്കേഷനാണ് പോകുന്നത്. ട്രിവാൻഡ്രത്തിന് വളരെ അടുത്ത്, അതായത് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ യാത്ര ചെയ്തത്. മഴ വരാൻ പോകുന്നു, നമ്മളോട് ചെല്ലുമ്പോൾ വെയിൽ കാണില്ല, അതൊരു നല്ല കാര്യമായി. വലിയ വെയിലില്ലാണ്ടിരുന്നല്ലേ. ഇത് പൂവാർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ്. അതായത് കടലും അതുപോലെ തന്നെ ഒരു നദിയുമെല്ലാം സംഗമിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയാം. അപ്പോൾ ബാക്ക് വാട്ടേഴ്സും കാണാം, കടലും കാണാം, അങ്ങനെ ഒരു പുഴയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും വളരെ വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെയാണല്ലോ അല്ലേ. പതിവില്ലാതൊരു മഴ, ഈ സമ്മറിലൊരു മഴ കിട്ടിയത് സന്തോഷം. അവിടെയൊക്കെ മഴ ഉണ്ടോ പറയും കേട്ടോ സതീഷ് വിളിച്ചത്. മഴയുണ്ടെങ്കിൽ ഇന്ന് പൊഴി മുറിയുമെങ്കിൽ അത് മറ്റൊരു കാഴ്ച. വിശക്കുന്നു. വെള്ളം തരയോ? വെള്ളത്തിൽ നിന്ന് കയറുമ്പോ അല്ലേ. ഇത് സതീഷ്, ഇതാണ് മിസ്റ്റർ സതീഷ്. സതീഷാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഓണറാണ് ആക്ച്വലി, അത് റൺ ചെയ്യുന്നതാണ് ഈ ഒരു റിസോർട്ട്. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഇന്നത്തെ വൈബിനെ കുറിച്ച് സതീഷിന് ഒരുപാട് പറയാനുണ്ട്. എന്താണ്? 4 ചുറ്റും വെള്ളമാണ്, നമുക്ക് ഇറങ്ങിയാലും നമ്മുടെ മുട്ട അടക്കം വെള്ളത്തിൽ മുങ്ങിയിട്ട് നമുക്ക് റൂമിലോട്ട് കയറാൻ പറ്റുള്ളൂ. അതെ, അതാണ് എനിക്ക് വേണ്ടത്. ഇന്ന് അടിപൊളി. ഓക്കെ, മുട്ടുവരെ വെള്ളമാ. അനുകുട്ടി ഫുൾ ജംപ് സൂട്ടിലാണ് മുട്ടുവരെയുള്ള. നമ്മൾ ട്രൈപോഡും എല്ലാം ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കംപ്ലീറ്റ് ഷൂട്ടാണ് ഞങ്ങളുടെ ഐഡിയ. അപ്പോൾ ലേക്ക് വില്ലയിലേക്കാണ് പോകുന്നത്. ലേക്ക് വില്ലയിലിപ്പോൾ വെള്ളപ്പൊക്കം, കായലിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. ബണ്ട് മുറിഞ്ഞിട്ടില്ല, പിന്നെ മഴയാണ്. അപ്പോൾ റിസ്ക്കാണ്, പക്ഷേ ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ് ഞങ്ങളുടെ ഇന്നത്തെ. ബോട്ടിൽ കയറി, ബോട്ടിലാണ് നമ്മൾ റിസോർട്ടിലേക്ക് കൊണ്ടുപോകണത്. ഇതാണ് ഈ പൂവാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇത് കാണിച്ചു തരാം കേട്ടോ, എന്താ രസം നോക്കുമ്പോൾ. അടിപൊളി എല്ലാവരും അടിപൊളി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. റിലാക്സ് ചെയ്യാൻ പോകുന്നു. ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഗംഭീരമാണെന്നാണല്ലോ പറയുന്നത്. ആരാ എന്നോട് പറഞ്ഞത്? നല്ല ഫുഡ്. ആ പ്രിയങ്ക പറഞ്ഞു. ഞാൻ കണ്ടിരുന്നു ഇടയ്ക്ക് ഞാൻ അവിടെ വെച്ച് കണ്ടു. രസമായിരിക്കുന്നത്, നല്ല ഒരു ഗ്രീനറിയും അല്ലേ, ഒരു തണുപ്പും. ആഹാ, ബ്യൂട്ടിഫുൾ. ഓക്കെ ഓക്കെ, മനോഹരമായ കാഴ്ച. നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോവാം. ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് നല്ല ഫ്ലോറ ഫോണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അടിയിൽ. ഇതിൻ്റെ അടിയിൽ ഒരുപാട് ടൈപ്പ് ഓഫ് കരിമീൻ, ഒരു അതെല്ലാം ഇവിടെ കൂട് കൂട്ടിയല്ലേ ബ്രീഡ് ചെയ്യുന്ന സ്ഥലം. കരിമീൻ ഞണ്ട് പിടിച്ച് ഉണ്ടാക്കി തരും അല്ലേ. അയ്യോ, കുളക്കോഴി. അയ്യോ, അത് പോയി.
ആമസോൺ കാടുകളുടെ ഉള്ളിലൂടെയാണ് സഞ്ചരിച്ചു വന്നത്. അപ്പൊ ആമസോൺ കാട് തന്നെ പറയുന്നല്ലേ, ആമസോൺ ഏരിയ ആണ് അതിന്റെ പേര്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നേരെ ലേക്കിന്റെ അവിടെ, ഇത് നെയ്യാറാണ് പറയുന്നത്, നെയ്യാർ. ഇത് നേരെ കടലുമായിട്ട് കണക്റ്റഡ് ആണ്. നെയ്യാർ റിവറിനകത്ത് ഈ ഒരു പോർഷൻ പറയുന്ന ആമസോൺ കാടാണ്. ഈ ഒരു പോർഷനാണ് പറയുന്നത് ആമസോൺ കാട്. അടിപൊളി. ഇനി ഇത് നേരെ കടലിലേക്കാണ് പോകുന്നത് കേട്ടോ. പക്ഷെ അവിടെ ഒരു ബണ്ടുണ്ട്. അപ്പൊ പുഴി മുറിഞ്ഞു കഴിഞ്ഞാലാണ് കടലും കായലും ഒന്നിച്ചാണ്. പക്ഷെ ഇപ്പൊ സമയമാണ്, പക്ഷെ ഇതുവരെ മുറിഞ്ഞില്ല. അത് കാരണം നിറച്ച് വെള്ളം കിടക്കാണ് ഈ നെയ്യാറിൽ. ഇനി റിസോർട്ട് കണ്ടു തുടങ്ങി. അതാണ് കടല്, അങ്ങറ്റത്ത് കാണുന്നതാണ് കടല്. കടലുമായിട്ടുള്ള ഒരു കണക്റ്റിംഗ് പോയിന്റ് അതാണ് ബണ്ട് അല്ലേ. അത് പൊട്ടിക്കഴിഞ്ഞാലാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, കടലും കായലും. ഇതിന്റെ പേര് ലേക്ക് വില്ല. ലേക്കിനോട് ചേർത്ത് ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി ഇത് സതീഷ്. അടിപൊളി. ഇരിക്കുന്ന സ്ഥലമൊക്കെ എല്ലായിടത്തും വെള്ളം കയറി കഴിഞ്ഞു. ആക്ച്വലി വെള്ളം കയറിയിരിക്കുകയാണ്. നിങ്ങളെല്ലാം വെള്ളത്തിലായോ? കുറെ പഴയ സ്റ്റുഡൻസ് വക്കീലന്മാരൊക്കെ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. റിസോർട്ടിൻ്റെ എൻട്രൻസിൽ വന്നു. ബോട്ടിൽ നിന്നും ഇറങ്ങി തുടങ്ങുമ്പോൾ തന്നെ കാണാം വെള്ളത്തിലൂടെ നടന്നു മാത്രമേ ഇപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ എത്തുമ്പോൾ അതാണ് ഒരു ആംബിയൻസ്. ഇത് എപ്പോഴും കാണുന്ന ആംബിയൻസ് അല്ല, ഇന്നത്തെ സ്പെഷ്യൽ ആംബിയൻസ് ആണ്. ഇതെല്ലാം നമ്മുടെ പഴയ സ്റ്റുഡൻസ്, ഇപ്പോഴത്തെ വക്കീലന്മാര് അല്ലേ. ഇപ്പൊ എല്ലാവരും ഫാമിലിയായി, കല്യാണം കഴിഞ്ഞ് കുട്ടികളായി. കുറെ വർഷം കഴിഞ്ഞ് കാണുന്നു വീണ്ടും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്ന ലേക്ക് വില്ലയില് ഫുഡ് കഴിക്കാൻ വന്നത്. എങ്ങനെയുണ്ട് ഫുഡ് ഇവിടുത്തെ? അതാണ് നമുക്ക് അറിയാം. നല്ല ഫുഡാന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടി. അപ്പൊ ഇവരെ അറിഞ്ഞു വന്നതാണ്. കേട്ടല്ലോ സതീഷ്, സന്തോഷായി. നമ്മൾ കോട്ടേജിലേക്ക് നടക്കാണ്. കോട്ടേജിലേക്ക്. അയ്യോ അടിപൊളി. ഞാനും അനുക്കുട്ടിയും വിഷ്ണു ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എസ്പെഷ്യലി ഞാനും അനുക്കുട്ടിയും ഓവർ എക്സൈറ്റഡ് ആണെന്ന് പറയാം. ഞങ്ങൾ ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. എന്താ പറയുക, റീൽസ് എടുക്കുന്നു, ഡാൻസ് ചെയ്യുന്നു. എനിക്ക് ഡാൻസ് ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിലും വെള്ളത്തിൽ നിന്ന് കയറാനേ തോന്നില്ല. സത്യം പറഞ്ഞാൽ റൂമിലേക്ക് പോയിരിക്കാനൊന്നും തോന്നില്ല. ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ അത് റൺ ചെയ്യുന്ന ആൾ സതീഷാണ്. സതീഷ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അവരുടെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ സതീഷിന് വൈഫിനെയും കുട്ടികളെയും കൂടി കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. സതീഷിന് ഇരട്ട കുട്ടികളാണ്, ട്വിൻസാണ്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇത്രയും കയറി കിടക്കുന്നുകൊണ്ടാണ് അവരെ കൊണ്ടുവരാത്തത്. കുട്ടികൾക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ജീവനാണെന്ന് പറയുന്നത്. അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കാരണമാണ് വൈഫിനെയും കുട്ടികളെയും കൊണ്ടുവരാത്തത്. അല്ലായിരുന്നെങ്കിൽ അവരെയും നമുക്ക് കാണാമായിരുന്നു. പിന്നെ ഇവിടുത്തെ ഷെഫാണെങ്കിലും ബാക്കി സ്റ്റാഫാണെങ്കിലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്കൊരു ഹോംലി ഫീലാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. ഫുഡ് വന്നുകൊണ്ടിരിക്കുന്നു, ആയിട്ടില്ല. ഇവിടെ ഫിഷൊക്കെ അടിപൊളി. ഇനി ഫിഷിന്റെ ഐറ്റംസ്. ഇരിക്കുന്ന വ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ വെള്ളത്തിലിരുന്നാണ് കഴിക്കുന്നത്. വെള്ളത്തിലിരുന്നാണ് കഴിക്കാൻ പോണത്. വെള്ളത്തിലിരുന്നു കൊണ്ട് കഴിക്കുന്നത്. പിന്നെ മഴയും കൂടെ പെയ്യുകയാണെങ്കിലേ ആ മഴയും കൂടെ ആസ്വദിച്ച് കഴിക്കും. അടിപൊളി. ഇത് സതീഷ് തന്നെ കൊണ്ടുവരുന്നു, എനിക്ക് വയ്യ. ഫിഷ്, എൻ്റെ അമ്മേ, ഇതെന്താ ഫിഷ്? കൊഞ്ചാണോ? നെമ്മീൻ കറി. കണ്ടാൽ തന്നെ കൊതിയാകുന്ന നെമ്മീൻ കറി. കളർ നോക്കേ. ആവോലി ഫ്രൈ. മൈ ഗോഡ്. വെള്ള ആവോലി ഫ്രൈ. എൻ്റെ അമ്മേ, എന്തൊരു ടേസ്റ്റാണ്. ഈ സത്യത്തിൽ വിശന്ന് ഞങ്ങൾ ടയേർഡായിരിക്കും. സത്യം ഇത്രയും നല്ലൊരു ആംബിയൻസ് ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. വെള്ളത്തിലേക്ക് ഇറങ്ങി അതെ പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലും അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആയി മാറി. അല്ലെങ്കിൽ വെള്ളം അവിടെ വരെ ഉണ്ട്, നമ്മളിങ്ങോട്ട് കുറച്ച് സ്പേസ് ഉണ്ട് നടക്കാൻ. ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിൽ തന്നെയാണ്.
കല്ലുമ്മേക്ക പിക്കിൾ. ഓ എൻ്റെ മീ. അടിപൊളി. എൻ്റെ നെമ്മീൻ കറി. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്, ഒരു രക്ഷയില്ല. അതേ നോക്കി വെള്ളത്തിലിറങ്ങി ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബാക്കിലേക്ക് ഫുൾ നെയ്യാറാണ്. ഒരു 10 അടി കൂടുതൽ താഴ്ചയുണ്ട് പോയാൽ പോർച്ചുഗീസ്. പക്ഷെ അതിങ്ങനെ കയറി കിടക്കുകയാണ് നമ്മുടെ റിസോർട്ടിലേക്ക്. അതെ, അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് നടക്കുന്നത്. ഓട്ടർ ബാക്കിൽ കൂടെ ബോട്ടൊക്കെ പോകുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അനുകുട്ടി വിഷു എല്ലാം വളരെ വളരെ ഹാപ്പി ആയിട്ടാണ്. വിഷുതെ കുറേ നേരമായി വെള്ളത്തിൻ്റെ ആ ഭാഗത്ത് പോയി നിൽക്കും. ഹാപ്പി. ഹി ലൈക്സ് ഇങ്ങനത്തെ സ്ഥലമൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നു നടന്ന് അവിടെ സിമെൻറ്റ് ബെഞ്ചുണ്ട്, അതിൻ്റെ ഭാഗത്തൊക്കെ വെള്ളമാണ്, അവിടെ പോയിരിക്കാം. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കയറുന്നതിന് മുന്നേ ആണെങ്കിൽ ഇവിടെ എല്ലാം ലോൺ ആൻഡ് സിമെൻറ്റ് ബെഞ്ച്, തൊട്ട് ഫ്രണ്ടിലെ കായൽ, അത് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോൾ അതിനെക്കാട്ടിലും സുഖമാണ്. കായൽ ഇങ്ങോട്ട് വന്നിരിക്കുമല്ലേ, ഇനി എന്ത് വേണം? ഞാൻ നടന്ന് ബെഞ്ചിൽ പോയിരിക്കാൻ പോണു. എൻ്റെ ഫ്രണ്ടിൽ ആ ലൈറ്റിൻ്റെ ഭാഗം കണ്ടല്ലോ, ലൈറ്റ് ഡൂങ്ക പോലെ ഇരിക്കുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ കായല, അതാണ് ബോർഡർ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഡീപ്പാണ് കേട്ടോ. ഏതാണ്ട് 10 അടി 15 അടി താഴ്ചയാണ്. ഇതുവരെ ഓക്കെ. അപ്പോൾ ഞാൻ ഈ ബെഞ്ചിൽ തന്നെ ആസനസ്ഥയാകാൻ പോകും. വാവ്, എന്ത് ആംബിയൻസ് ആണെന്ന് നോക്കി. സച്ച് എ ബ്യൂട്ടിഫുൾ. ബോട്ട്സൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിലൂടെ. എൻ്റെ ബാക്കിലൂടെ അനുമോള് നടന്നു വരുന്നു വെള്ളത്തിലൂടെ. വിഷ്ണു മോൻ അവിടെ വിഷ്ണു ഫോൺ വിളിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു എൻജോയ്മെൻറ്റ്, രക്ഷയില്ലാത്ത എൻജോയ്മെൻ്റാണ്. പറഞ്ഞറിയിക്കാൻ വയ്യ ഇവിടുത്തെ സന്തോഷം. അനുക്കുട്ടി, യാ നമ്മളെത്തി. അടിപൊളിയായല്ലോ, നമ്മളുടെ ബോട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബോട്ടുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ബോട്ടിങ്ങിന് പോകും. കണ്ടോ, ഇത് ടൂറിസ്റ്റുകൾ പോകുന്നതാണ്. നേരെ ആ പുഴി വരെ പോകും. അത് കഴിഞ്ഞാൽ നേരെ പോണ ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്കാണ് ആൾക്കാർ. വെള്ളത്തിൽ ഒരു ചേട്ടൻ പോവുകയാണെങ്കിൽ അതിനകത്തൊരു പട്ടിയുണ്ട്, ഒരു ഡോഗിനെ കൂടെ കൊണ്ടുപോകും. ഇതുവഴി വന്നിരുന്നെങ്കിൽ നമുക്ക് അടുത്ത് കാണാമായിരുന്നു. എന്ത് രസമായിരുന്നു. പറ്റാനോ ഇങ്ങോട്ട് വരുമോ പുള്ളി? അയ്യോ, സോ സാഡ് ആണല്ലോ. ഇഷ്ടം പോലെ ബോട്ട്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ആൾക്കാരെ, ടൂറിസ്റ്റുകളെ കൊണ്ട്. എന്താ പോകണമെന്നറിയോ? ആ കാണുന്നതാണ് നമ്മുടെ പുഴി, അതിൻ്റെ അപ്പുറത്താണ് കടലിൻ്റെ ആ ഭാഗത്ത് ആ മണലിൽ കൊണ്ട് നമ്മൾ നാളെ പോവുകയാണ് ആ ഭാഗത്തേക്ക്. ഇന്നിനി പോകുന്നില്ല, മഴയല്ലേ. സോ വെള്ളം പിന്നെയും കയറുന്നല്ലേ, കുറച്ച് ഹൈറ്റ് കൂടി വരുന്നു. ഇനി വെള്ളം മഴ ഉള്ളതുകൊണ്ട് പിന്നെയും വെള്ളം കയറുകയാണ്. ഇപ്പം നമ്മുടെ കോട്ടേജിൻ്റെ ഇവിടെ വരെ എത്തി വെള്ളം. ഇനി രാത്രിയാകുമ്പോൾ കുറച്ചുകൂടെ കയറുമായിരിക്കും. ചിലപ്പോൾ ഇതുവരെ വരും. എന്നിട്ട് ചിലപ്പോൾ നമ്മുടെ റൂമിൻ്റെ പടിക്കെട്ട് വരെ വെള്ളം വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അതെ, നമ്മുടെ ബാഗൊന്നും എടുത്തകത്ത് വെച്ചിട്ടില്ല. നമ്മൾ വന്ന സമയത്തോട്ട് ഇവിടെ അങ്ങ് ഇരിക്കുക, ഭയങ്കര സന്തോഷത്തിൽ. കാര്യം വിഷ്ണുവിനാണെങ്കിൽ ഇവിടുന്ന് മാറാനേ തോന്നുന്നു. വിഷ്ണു ഫുൾ ടൈം വെള്ളത്തിൽ കാലിട്ടിരുന്നു, അല്ലെങ്കിൽ നിൽക്കുന്നു. ഇതാണ് പരിപാടി. ഇതാ ഇപ്പോൾ ആ ബോട്ട് പോകുമ്പോൾ വെള്ളം ഇങ്ങോട്ട് കയറും. കണ്ടോ അതേ വരുന്നു വെള്ളം വരുന്നു. തിരയടിച്ച് വരുന്ന പോലെ വരുന്നുണ്ട്. ഓക്കെ വിഷ്ണു, അനു, തിരയടിച്ച് വരുന്ന പോലെ. ഇതിപ്പോ കടലിലെ തിരമാലകൾ വരുന്നു. അയ്യോ, ഞാൻ പറഞ്ഞില്ല ഇത് അകത്തേക്ക് വെള്ളം കയറുന്നു. അയ്യോ, ബാഗിൽ വെള്ളം. അയ്യോ, വെള്ളം
ഡിസാസ്റ്റർ. ഇപ്പോഴത്തെ ചെറുതായിട്ട് ചാറ്റൽ മഴ. ഞാൻ ഈ ഒരു ആംബിയൻസിലിരുന്ന ആ ചാറ്റൽ മഴ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ്. ഈ ചാറ്റൽ മഴ എന്ന് പറയുന്നത് ചെറിയ ഡ്രിസ്ലിങ്ങാണ്. അപ്പോൾ നമ്മളിങ്ങനെ നദിയിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുന്ന ആ ഒരു കാഴ്ച, അതൊരു വല്ലാത്തൊരു ഫീലാണ്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ഞാനിങ്ങനെ അത് ആസ്വദിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ചില പ്രത്യേക അവസരങ്ങളാണ് ഇതൊക്കെ. ഞാൻ എന്നെ തന്നെ മറന്നിങ്ങനെ ഇരിക്കുകയാണ്. ഇത് ഭയങ്കരമായൊരു റിലാക്സേഷൻ മൂഡാണ്. സാധാരണയായിട്ട് നമ്മൾ ഒരു മെലോഡിയസ് ആയിട്ടുള്ളൊരു ഗാനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൂഡില്ലേ, അതുപോലെയെന്നോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ ഒരു മൂഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കി ഞാനിങ്ങനെ ആസ്വദിക്കുകയാണ്. അതിങ്ങനെ മഴത്തുള്ളികൾ വീഴുന്ന ആ ഒരു മനോഹരമായ ഒരു ആംബിയൻസും ചെറിയ ശബ്ദവും, അങ്ങനെ നേച്ചറുമായിട്ട് നമ്മളിങ്ങനെ ഇഴുകിച്ചേരുന്ന ചില നിമിഷങ്ങളാണ്. ഓക്കെ, രാത്രിയായി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും. ഡിന്നർ ടൈം. ചുറ്റോട് ചുറ്റുക ഇരുട്ട്. വെള്ളത്തിൽ എൻ്റെ വെള്ളത്തിൽ അവിടെ ചെന്നിട്ട് അല്ലേ വെള്ളത്തിൽ ഇറങ്ങല്ലേ. അയ്യോ, വീണ്ടും വെള്ളത്തിൽ. ഇവിടെ കംപ്ലീറ്റ് ഇപ്പൊ കളർഫുൾ ആണ്, ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്. വാഹാ, ഇതൊക്കെ ഉണ്ടല്ലേ ഇഷ്ടംപോലെ. വെള്ളത്തിലിപ്പോ മീനുണ്ട്. രാത്രി മീൻ ഇറങ്ങിയിരിക്കുന്നു. കോട്ടേജസ് അതല്ല, ഇത് ഡൈനിങ് ഏരിയ, കോമൺ ഡൈനിങ് ഏരിയ. ആക്ടിവിറ്റീസ് ഉണ്ട്, കയാക്കിംഗ് ആക്ടിവിറ്റീസ്. എൻ്റെ ശബ്ദം പോയി, മൈ ത്രോട്ട് ഈസ് ഗോൺ. പ്രോൺസിൻ്റെ ഫ്രൈ, ചിക്കൻ കറി, അടിപൊളി. ഇനി വരാനുണ്ട്. ചെമ്പല്ലി ഫ്രൈ. നെമ്മീൻ ഫ്രൈ. സീ ഫുഡിൻ്റെ ഒരു ആഘോഷമാണ് എപ്പോഴും. പലതരം മത്സ്യം, ചെമ്പല്ലി, നെമ്മീൻ. അടിപൊളി. എന്തായാലും പ്രത്യേകിച്ച് അടിപൊളി. ഇവിടുത്തെ ഫുഡ് ഒന്നും പറയാനില്ല. ഫുഡ് ഈസ് എക്സലൻറ്റ്. സീ ഫുഡ് ഗംഭീരമാണ്. ഇവിടുത്തെ ഭക്ഷണം കഴിച്ചെന്നെ അറിയാം. ഞാൻ ക്ഷീണം കൊണ്ട് കുറച്ച് നേരം ഉറങ്ങിപ്പോയി. നല്ല കടൽക്കാറ്റും അയൽക്കാറ്റും എല്ലാം ആസ്വദിച്ച ഞാൻ പുറത്ത് ആ സിറ്റ് ഔട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഡിന്നർ എന്ന് പറഞ്ഞപ്പോൾ ചാടി എഴുതിട്ടു. കുട്ടി പൊറോട്ടാസ്, അതിങ്ങനെ വെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പൊറോട്ടയാണോ? ചിക്കൻ ഫ്രൈഡ് കൂടെ കൊള്ളാണ്ട്. അപ്പോൾ ഇനി സ്ലീപ്പിംഗ് ടൈമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞൊരു ചെറിയൊരു തൊണ്ടവേദന ഉണ്ടായിരുന്നു വരുമ്പോൾ തന്നെ.
ഒരു കിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഇച്ചിരി കൂടി സൗണ്ട് മാറിയിട്ടുണ്ട്. ഇല്ല, ഞാൻ രാത്രി കുറച്ച് ചൂടുവെള്ളം ഗാർഗിൾ ചെയ്തിട്ടൊക്കെ കിടക്കാൻ പോവാണ്. അപ്പോൾ മേലെല്ലാം കഴുകി മുഖത്തൊക്കെ നൈറ്റ് ക്രീമെല്ലാം തേച്ച് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ജസ്റ്റ് സ്ലീപ്പിംഗ് ടൈം. 11:30 കേട്ടോ. ഹെവി ആയിപ്പോയി ഡിന്നറെല്ലാം. പിള്ളേരപ്പുറത്തെ റൂമിലാണ്, ഞാനും വിഷ്ണുവും ഞാനിവിടെ. ഓക്കെ, ഇതൊരു പഴയ ടൈപ്പ്, ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് റൂമാണ്. ചെറിയ റൂമാണ്, കോമ്പാക്റ്റ്, തടിയൊക്കെ ആയിട്ടുള്ള സീലിങ്ങും. ഭയങ്കര ഓവർ ലക്ഷറി എന്ന് പറയാൻ പറ്റില്ല, മോഡറേറ്റ്, പക്ഷേ കോസി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സുഖമായിട്ടാണ് ഉറങ്ങാം. ഇനി കട്ടിൽ കിടക്കുന്നതേ ഞാൻ അറിയുള്ളൂ, ഉറങ്ങിപ്പോവും. നല്ല ക്ഷീണമുണ്ട്, ഈ തൊണ്ടയും ശബ്ദമൊക്കെ മാറിയിരിക്കുന്നില്ലേ, എല്ലാം കൂടി ചേർത്ത് സുഖം ഉറക്കം. ഇതേ ഇപ്പോൾ രാവിലെയായി നോക്കിയേ. ഒരു മോർണിംഗ് വൈബ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അല്ലേ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഞാൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഞാൻ രാത്രി പറഞ്ഞതുപോലെ തന്നെയാണ്, വെള്ളം കുറച്ചുകൂടി കയറിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നമ്മളുടെ വീടല്ല, നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ തൊട്ട് വെളിയിൽ കാലെടുത്ത് വെച്ചാൽ ഇപ്പോൾ വെള്ളത്തിലേക്കായി. അപ്പോൾ നമ്മുടെ വരാന്ത ഭാഗത്ത് കൂടി വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുവാനുമൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ ഇച്ചിരി കൂടെ ഏർലിയായിട്ട് എഴുന്നേറ്റതാണ്. അപ്പോൾ ഇനി കുറച്ചൊന്ന് വെള്ളത്തിലൂടെയൊക്കെ നടന്ന് വീണ്ടും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. രാവിലത്തെ ഒരു മോർണിംഗ് കാഴ്ചകൾ, കിളികളുടെ ശബ്ദവും, ശബ്ദമുഖരിതമാണ്, ബ്യൂട്ടിഫുൾ ആംബിയൻസ്. എൻ്റെ പിന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കിഷ്ടമാണ് ഇങ്ങനെ വെള്ളത്തിലൂടെ നടക്കാനും ഇഷ്ടമാണ്, വെള്ളം കയറി കിടക്കുന്നതും ഇഷ്ടമാണ്. ഐ ലവ് നേച്ചർ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ താമസിച്ച റൂമെന്ന് പറയുന്നത് വെള്ളത്തിനോട് ചേർന്ന് കിടക്കുന്ന റൂംസാണ് ഈ കോട്ടേജസ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഇത് കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത്. അത് കാരണമാണ് വെള്ളം ഇങ്ങനെ ഇവിടം വരെ കയറിയത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച ആ ഏരിയയും അത് കഴിഞ്ഞിട്ടുള്ള ഒരു 3-4 കോട്ടേജസ് ഉണ്ട്. അതെല്ലാം കുറച്ച് എന്താ പറയുക, പില്ലേഴ്സിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, കുറച്ചുകൂടെ ഹൈറ്റിലാണ്. അതുകൊണ്ട് അവിടെയൊന്നും അങ്ങനെ പടിക്കെട്ട് വരെ ഒന്നും വെള്ളം കയറിയിട്ടില്ല, താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൻ്റെ ഭാഗത്തുനിന്ന് വേറൊരു റൂം എനിക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി പൊക്കത്തിലാണ് ഈ റൂമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വെള്ളം കുറവാണല്ലോ, താഴെയാണ് വെള്ളമുള്ളത്. അപ്പം ഇവിടെ ഒന്ന് ഫ്രഷ് ആകാനായിട്ട് ഞാൻ ഈ റൂമിൻ്റെ ഭാഗത്തേക്ക് കയറുകയാണ്. അത്യാവശ്യം ചില സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമ്മൾ താമസിച്ച റൂമിനെക്കാട്ടി കുറച്ചുകൂടി വലുതാണ്. പുറത്തേക്കുള്ള കാഴ്ച നോക്കി, എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. ഞാൻ വീണ്ടും വെള്ളത്തിലൂടെ നടന്നു തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഐ ലൈക്ക് ഇറ്റ്, പറയാതിരിക്കാൻ വയ്യ. ചുറ്റോട് ചുറ്റും എന്ത് നല്ല കിളികളുടെ ശബ്ദം കേൾക്കണേ, എത്ര വെറൈറ്റി ഓഫ് സൗണ്ടാണ് ചുറ്റോട് ചുറ്റും. ഭയങ്കര പോസിറ്റീവ് വൈബ്സാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഫ്രഷ് ഫീലിംഗ് ആണ്. ആക്ച്വലി എനിക്ക് നല്ല സുഖമില്ല, തൊണ്ടയൊക്കെ നല്ല വേദനയും ശബ്ദമൊക്കെ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് എന്തോ ഇൻഫെക്ഷൻ വന്ന പോലെ ഉണ്ട് മട്ടൊക്കെ കണ്ടിട്ട്. പനിയായിട്ടില്ല, പക്ഷേ ടോട്ടലി ഒരു എന്താ പറയുക, ഒരു അസുഖത്തിൻ്റെ ലക്ഷണമൊക്കെ കണ്ടു തുടങ്ങുന്നു. ഈ പ്രോപ്പർട്ടിയുടെ നടുക്ക് ഇങ്ങനെ ഒരു പാലമുണ്ട്. ഈ പാലത്തിലൂടെ ഇങ്ങനെ നടന്നാണ് നമ്മൾ സാധാരണഗതിയിൽ, ഇവിടെ ഇങ്ങനെ വെള്ളം കയറി കിടക്കാത്തൊരു സമയമാണെങ്കിൽ ബാക്കി സ്ഥലത്തെല്ലാം പുൽത്തകിടിയാണ്, അതിൻ്റെ നടുക്കാണ് ഇങ്ങനെ ഈ പാലം വരുന്നത്. ഈ പാലത്തിൻ്റെ സെൻറ്ററിൽ വരുന്ന ഭാഗം ആ റിവറിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അവിടെ നല്ല ഡീപ്പാണ് കേട്ടോ, നല്ല താഴ്ചയുണ്ട്. അവിടെയാണ് ബോട്ടൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. അത് കായലിങ്ങനെ കയറി കിടക്കുക എന്നൊക്കെ പറയില്ല. അപ്പം നെയ്യാറ് കയറി കിടക്കുന്നൊരു ഭാഗമാണ് ഈ പാലത്തിൻ്റെ അടിഭാഗം, അതാണ് ഈ പാലം ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ആ ഭാഗവും ഈ ഭാഗവും ഒക്കെ ഒരുപോലെയാണ് കിടക്കുന്നത്. പക്ഷേ കെയർഫുൾ ആയിരിക്കണം. ആ ഭാഗത്ത് പോകുമ്പോൾ നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴേക്ക് പോകും, കാര്യം റിവറിലേക്കായിരിക്കും നമ്മൾ മുങ്ങിപ്പോകും. അതുകൊണ്ട് ആ ഒരു ഡിമാർക്കേഷൻ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിങ്ങനെ നടക്കാൻ. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചാട്ടോ ചെയ്യുന്നത്. ഇതിനെ എവിടെ നിന്ന് കിട്ടി? ആണോ? അയ്യോ, ലൈവ് ഞണ്ട് വരുന്നത് നോക്കിയേ. ഇങ്ങനെ ലൈവ് ഞണ്ടൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, സ്റ്റോക്ക്. അതന്നെ നമുക്ക് കുക്ക് ചെയ്ത് തരും പറഞ്ഞാൽ. ഇതാണോ മഡ് ക്രാബാണോ? മഡ് ക്രാബ് നോക്കിയേ, സോ ബിഗ്. എൻ്റെ അമ്മ നല്ല സൈസ് ഉണ്ടല്ലോ. ഇതെവിടെ നിന്ന് പിടിക്കുന്നത്? ആണോ? കിലോ ആണല്ലേ സൈസ്? ആയിക്കോട്ടെ. ഇതെവിടെ നിന്നാണ് പിടിച്ചോണ്ട് വരുന്നത്? ആണോ? കൊള്ളാം. നിങ്ങൾ വെള്ളത്തിൽ ഇട്ടേക്കോ? ഇല്ല, പറ്റില്ല. അല്ലാതെ ഇത് വെള്ളത്തിൽ വളരുന്നതല്ല, എങ്കിലും അതിൻ്റെ വലിയ ആണല്ലേ. അടിപൊളി, കൊള്ളാം കൊള്ളാം. അയ്യോ വേണ്ട, രാവിലെ വേണ്ട. കണ്ടോ, ഈ വള്ളത്തിലാണ് നമ്മൾ പൊഴിയുടെ ഭാഗത്തേക്ക് പോവാണ് രാവിലെ തന്നെ.
രാവിലെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ്. കിളികളെല്ലാം പറക്കുന്ന കാണാം, കിളികളുടെ ശബ്ദം, കാക്കയുടെ ശബ്ദം, കിളികളുടെ ശബ്ദം. ചിക്കാര ബോട്ടിലാണ് ഈ പുഴയുടെ ഭാഗത്തേക്ക് പോകാൻ, അതായത് കടലിൻ്റെ ഭാഗത്തേക്ക്. ആ കാണുന്നതാണ് കടലിൻ്റെ ഭാഗം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മണൽത്തിട്ടയുണ്ട്, കടൽ, നമ്മുടെ ബീച്ചില്ലേ, ബീച്ച് സാൻഡ്. ഇവിടെ എല്ലാം ലോണും പിന്നെ എന്താ പറയുക, പ്ലേ ഗ്രൗണ്ട്, കുട്ടികളുടെ പ്ലേ ഏരിയ, പിന്നെ ആ കാണുന്നതെല്ലാം അവിടെ ഫങ്ഷൻസൊക്കെ നടക്കുന്ന പ്ലേസാണ്. പിന്നെ ബ്യൂട്ടിഫുൾ കോട്ടേജസ്, അതാണ് നോർമലി ഉള്ളത്. ഇതിന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. വർഷത്തിലൊരു 3 ദിവസമൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. കുഴി മുറിയാതെ വരുമ്പോൾ ഇച്ചിരി വെള്ളം കയറി ഇതുപോലെ ഇങ്ങനെ ഫ്ലോട്ടിങ് കോട്ടേജസ് പോലെ രസകരമായിട്ടിരിക്കും. അപ്പോൾ എനിക്കെന്തോ ഭാഗ്യമുണ്ട് ഇങ്ങനെ ഈ സമ്മറിൽ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു ആംബിയൻസിൽ വരാൻ പറ്റി. പക്ഷേ എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല, പക്ഷേ സൈഡിലൂടെ ഇങ്ങനെ ആറൊഴുകുന്നുണ്ടാവും, ഈ ഒരു ലേക്ക് പോലെ ഇരിക്കുന്ന ആറെന്ന് പറയാം. ഓക്കെ, എക്സലൻറ്റ് ഫുഡും ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് തന്നെ പിടിക്കുന്ന മത്സ്യം, പിന്നെന്താ കടൽ മീനാണെങ്കിൽ അങ്ങനെ, കായൽ മത്സ്യമാണെങ്കിൽ അങ്ങനെ, കരിമീനും ഞണ്ടും കൊഞ്ചും ഒന്നും പറയണ്ട. ഇവിടുത്തെ ഫുഡ് ഭയങ്കര രസമാണ്, വെരി ഫേമസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം. പിന്നെ ഇവരുടെ പാക്കേജസൊക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ റൂംസ് ഒരുപാടൊന്നും ഇല്ല, 4-5 കോട്ടേജസേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വെള്ളമില്ലാത്ത സമയമാണെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കും, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജനറലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പിന് ബെസ്റ്റാണ്, 1 ഡേ പിക്നിക്കിന് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കാരണം കുറച്ച് ലാഭവുമാണ്. 1 ഡേ പിക്നിക് എന്ന് പറഞ്ഞാൽ ഇവരുടെ പാക്കേജ് 1200 രൂപ ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഈ 1200 റുപ്പീസിന് പിക്കപ്പ് ഉണ്ട്, ബോട്ടിൽ നമ്മളെ ആ ബോട്ട് ജെട്ടിയിൽ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് കംപ്ലീറ്റ് ഈ കണ്ടൽക്കാടുകൾ വഴി ഒരു ടൂറ്, സൈറ്റ് സീയിങ് ടൂർ ഉണ്ടാകും. പിന്നെ ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്ക് കൊണ്ടുപോകും, അവിടെയും കുറേ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് വിടും. അപ്പോൾ കംപ്ലീറ്റ് ഈ ബോട്ടിങ്ങിൻ്റെ കംപ്ലീറ്റ് ഇൻക്ലൂസീവാണ് ഈ 1200. പ്ലസ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും നല്ല എന്താ പറയുക സീ ഫുഡൊക്കെ ചേർന്നിട്ടുള്ള അടിപൊളി ലഞ്ചും, പിന്നെ വൈകുന്നേരത്തെ ടീ ആൻഡ് സ്നാക്സ്, ഇത്രയും കാര്യങ്ങൾ കിട്ടും. എന്നിട്ട് ഈവനിങ് ആകുമ്പോൾ തിരിച്ചു പോവുകയും ചെയ്യാം. അപ്പോൾ ഒരു 10 പേരുള്ള ഗ്രൂപ്പിനാണ് അവർ ഈ 1200 റുപ്പീസിന് ഓഫർ ചെയ്യുന്നത്. ഒരു പക്ഷേ കുറച്ചുകൂടി നമ്പേഴ്സ് കുറവാണെങ്കിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകുമായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ 10 പേരുള്ള ഗ്രൂപ്പ് വരികയാണെങ്കിൽ ഒരു കോട്ടേജ് തുറന്നു തരുകയും ചെയ്യും. അവർക്ക് നമുക്ക് ഫ്രഷ് ആവോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രഷ് ആകാനായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു പാക്കേജ് ആയിരിക്കും അത്. 1200 രൂപ വെച്ചാണെങ്കിലും 10 പേര് വരുന്നൊരു ഗ്രൂപ്പാണെങ്കിലും ഒരു 12,000 റുപ്പീസ് മുടക്കി ഒരു 1 ഡേ ഓഫ് ഫുൾ ഫണ്ണായിരിക്കും. പിന്നെ ആഹാരം ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഇത്രയും സീ ഫുഡൊക്കെ കഴിക്കണമെങ്കിലും ഒരാൾക്ക് പെർ ഹെഡ് തന്നെ ഒരു 10,000-1500 രൂപയാകില്ല. ഇതങ്ങനെയല്ലല്ലോ. വരുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക്, നല്ലൊരു ലഞ്ച്, പിന്നെ വൈകുന്നേരം ടീ ആൻഡ് സ്നാക്സ് കൊടുക്കും. അത് കൂടാണ്ടാണ് ഈ ബോട്ടിങ്ങും സൈറ്റ് സീയിങ്ങും ബീച്ച് സൈഡിലേക്ക്, ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ അതൊരു വേർത്തായിട്ടുള്ളൊരു പാക്കേജായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ഔട്ട് ചെയ്യാം. എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പേഴ്സും ഡീറ്റെയിൽസും എല്ലാം ഞാൻ കൊടുത്തിരിക്കാം കേട്ടോ. ഈ റിസോർട്ടിൻ്റെ പ്രധാനപ്പെട്ട 2 ആൾക്കാരെ കാണുന്നു. ഇത് റൺ ചെയ്യുന്ന ഓണർ മിസ്റ്റർ സതീഷ്, എൻ്റെ ഫ്രണ്ടാണ്. ഇത് ഷെഫ് സജിൻ. അപ്പോൾ ഒരു ഷെഫ് റൺ ചെയ്യുമ്പോൾ അറിയാലോ അല്ലേ അതിൻ്റെ വ്യത്യാസം. അവരുടെ സ്ഥാപനം പോലെ ഇവർ 2 ആളും കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം സ്ഥാപനം പോലെ ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും നല്ല ഫുഡൊക്കെ തരുന്നത്. കെയർ ചെയ്ത് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ഫുഡ് ചെയ്ത് കൊടുക്കും. ക്രാബാണ് അവർക്ക് ഇഷ്ടമുള്ള സീ ഫുഡ് നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ലൈവ് ക്രാബ്, ലോബ്സ്റ്റർ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇവിടെ തന്നെ പിടിക്കുന്ന ഞണ്ട്, കരിമീൻ, എന്തായാലും നല്ല കൈപ്പുണ്യം കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല ഫുഡാണ്, ഒരു രക്ഷയില്ല. എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ വരുന്നവരൊക്കെ. അപ്പോൾ ആക്ടേഴ്സ് ഒക്കെ വരാറുണ്ട്. ഒരുപാട് അതന്നെ ഫിലിം സ്റ്റാർസ് അവരെല്ലാം, പിന്നെ കുറേ സോഷ്യൽ മീഡിയ ആൾക്കാർ, പിന്നെ ആർട്ടിസ്റ്റുകൾ അല്ലാതെയൊക്കെ അല്ലേ. എല്ലാവർക്കും ഫേവറേറ്റ് പ്ലേസാണ് കുറേ പേർക്ക്, റെക്കമെൻഡഡ് പ്ലേസ്. അപ്പോൾ വെള്ളം പ്രതീക്ഷിച്ച് വരരുതല്ലേ, എല്ലാ പ്രാവശ്യം ഇത് കിട്ടില്ല ഇങ്ങനെ പറയല്ലേ. ആ ലൈറ്റ് കാണുന്ന ഭാഗം വരെ ഉള്ളൂ. അത് കഴിഞ്ഞ ഇത് നെയ്യാറെന്ന് പറയുന്ന റിവറാണ്. അതെ അതെ, ഗോൾഡൻ സാൻഡ് ബീച്ച്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോണേ. ഓക്കെ, എന്തായാലും എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. ഓക്കെ, നിങ്ങൾ എങ്ങോട്ട് പോട്ടെ. ശരി. കൈത, ഇഷ്ടംപോലെ കൈത. ഈ കൈതയുടെ ഇടയിലൊക്കെയാണ് പാമ്പ് വളരുന്നത്.
ഇതാണ് കൈതപ്പൂ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള എലിഫൻറ്റ് റോക്ക്. ഒരു ആന വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പോലെ തോന്നില്ല, ഒരു ചെറിയൊരു ആന തുമ്പിക്കയെല്ലാം വെള്ളത്തിലേക്ക് വെച്ചിട്ട്. എന്ത് കറക്റ്റ് പേരല്ലേ, എലിഫൻറ്റ് റോക്ക്. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാവരും ഇത് മിസ് ചെയ്യാതെ കാണുന്ന ഒരു എന്താ പറയുക റോക്ക് സ്ട്രക്ചറാണ്. നല്ല രസമുണ്ട്, സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മുടെ ഷിക്കാര റൈഡ് ഗോൾഡൻ സാൻഡ് ബീച്ചിൽ വന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സൈഡിൽ ഇങ്ങനെ ഇഷ്ടംപോലെ എന്താ പറയുക കരിക്ക്, പിന്നെ ധാരാളം എന്ത് വേണമെങ്കിലും കുടിക്കാനുള്ള ജ്യൂസൊക്കെ കിട്ടും. കൂടാണ്ട് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടാകും, പച്ചമാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക, പച്ചമാങ്ങ ഉപ്പിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടത്, അങ്ങനെ പൈനാപ്പിൾ കട്ട് ചെയ്ത് തരും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ ചെറിയ കച്ചവടക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ടൂറിസ്റ്റ് സീസണൊന്നുമല്ല, ഈ കൊറോണയുടെ കാലമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ക്രൗഡ് വരുന്നില്ല. അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ കച്ചവടമൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇഷ്ടംപോലെ സ്ട്രേ ഡോഗ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അവരാരും ഉപദ്രവകാരികളല്ല കേട്ടോ. വളരെ എന്താ പറയുക ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പട്ടിക്കുട്ടികളൊക്കെയാണ്. കടലിൽ അവിടെ കസേരയിട്ട് ആലോചിച്ചു, ബീച്ചിൽ കസേരയിട്ട് കഴിക്കാൻ പറ്റും. ഭയങ്കര കോമഡി ആയിരിക്കും. അപ്പം ഞാനിങ്ങനെ മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളും ഒക്കെ വാങ്ങി കഴിച്ച കരിക്കെല്ലാം കുടിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആ ആസ്വാദനം തന്നെയാണ് ഇങ്ങനെയുള്ള യാത്രകളിൽ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്നത്. നിങ്ങളുമൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പോകുമ്പോഴല്ലേ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചൈൽഡ് ഉണ്ടാകുമല്ലോ, നമ്മുടെ കുട്ടിത്തം, അതിങ്ങനെ നമ്മൾ അതിനെ ഇങ്ങനെ ഫ്രീ ആക്കി വിടും. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മുടെ ഓർമ്മകളും നമ്മുടെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഇഷ്ടങ്ങളും ഒക്കെ നമ്മൾ പ്രാവർത്തികമാക്കുന്ന സമയമാണിത്. അപ്പോൾ നമ്മൾ വേറെ ഇൻഹിബിഷൻസ് ഒന്നും ഉണ്ടാകില്ല, നമ്മൾ ആരെയും ശ്രദ്ധിക്കില്ല, നമ്മൾ ആരെങ്കിലും നമ്മളെ എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കില്ല. നമ്മൾ നമ്മളായി ജീവിക്കുന്ന ചില നിമിഷങ്ങളായിരിക്കും അത്. കടലെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. കടൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എത്ര നേരം വേണമെങ്കിലും ഞാൻ കടൽ കാഴ്ചകൾ കണ്ടിരിക്കും. എനിക്കിഷ്ടമാണ് കടലിലേക്ക് ഇറങ്ങിപ്പോകാനും. അതിൽ ഇങ്ങനെ എന്താ പറയണ്ടേ, എൻ്റെ ഈ ഒരു കുട്ടിത്തം എന്ന് പറയുന്നൊരു ഫീലാണ് എനിക്ക്. ആ കടൽ തിരമാലകളുമായിട്ട് ഇങ്ങനെ മത്സരിക്കുന്നത് എൻ്റെ ഒരു ഹോബിയാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഞാനും മനുക്കുട്ടിയും വിഷ്ണുവൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് കടൽ കാഴ്ചകൾ. ഒരിക്കലും കൗതുകം നഷ്ടപ്പെടാത്ത ചില കാഴ്ചകളാണ് നമുക്ക് ആനയെ കാണുമ്പോൾ, അതുപോലെ തിരയടങ്ങാത്ത കടൽ കാണുമ്പോൾ. അങ്ങനെയൊക്കെ കുറേ ചിന്തകൾ നമുക്ക് വരില്ലേ? ഒരിക്കലും നമുക്ക് മടുക്കാത്ത കാഴ്ചകളാണ് ഇതൊക്കെ. കടൽ എത്ര കണ്ടാലും മതിയാവില്ലല്ലോ. സോ ബ്യൂട്ടിഫുൾ. മറ്റൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ ഇവിടെ അല്ലേ? ഭയങ്കര രക്ഷയില്ല. അതെ, ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയല്ലേ? ആ ഡോഗ് കളിക്കുന്ന നോക്കൂ, മണ്ണിൽ കിടന്ന് പാവം. പൊഴി മുറിയാനായിട്ട് നാച്ചുറലായിട്ട് പൊഴി മുറിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യലായിട്ട് പൊഴി ഇങ്ങനെ രാവിലെ തന്നെ കുറച്ച് മുറിച്ചിട്ടിരുന്നു. അതിപ്പോൾ കുറച്ചുകൂടി വീതിയോടുകൂടി നല്ല ഒരു പൊഴി മുറിക്കലായി കഴിഞ്ഞു. ഇതേ നോക്കിയേ, ആ ഒരു കാഴ്ചയും നമുക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടി. നല്ല ഫോഴ്സിൽ നമ്മുടെ നെയ്യാറിലെ വെള്ളം കടലിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ കണ്ട വെള്ളം കയറി കിടക്കുന്ന നെയ്യാറിൻ്റെ ആ ഒരു ഫ്ലോ എല്ലാം ഇച്ചിരി കുറയും. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ കെട്ടിക്കിടന്ന വെള്ളമെല്ലാം ഇനി പുറകോട്ട് പോകും. പിന്നെ നമുക്ക് ആ നെയ്യാറിലെ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. റിസോർട്ടിൻ്റെ ആ ഒരു ബോർഡറിന് അപ്പുറത്തേക്ക് ഇനി വെള്ളം ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മുന്നേ തന്നെ അവിടെ എല്ലാം ഡ്രൈ ആകും, ആ ലോണും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ വേറൊരു ആംബിയൻസ് ആയിട്ട് അത് മാറും. അങ്ങനെ കടൽ കാഴ്ചകളും ഗോൾഡൻ സാൻഡ് ബീച്ചും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പൂവാർ എന്നുള്ള മനോഹരമായ തീരത്ത് നിന്നും നമ്മുടെ റിസോർട്ട് കാഴ്ചകളും നെയ്യാറിലെ കാഴ്ചകളും ഒക്കെ അവസാനിപ്പിച്ചതേ ഞങ്ങൾ തിരിച്ചു പോകുന്നു. മനസ്സൊരുപാട് റിലാക്സ്ഡാണ്, ശരീരവും അതുപോലെ തന്നെ റിലാക്സ്ഡാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഉറങ്ങാനായിട്ടുള്ളൊരു മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു എന്താ പറയുക, ഈ ഒരു ബോട്ട് യാത്ര ഇങ്ങനെ ആസ്വദിച്ച് കണ്ണടച്ചടച്ച് അങ്ങനെ ഒരു ആസ്വാദനത്തിലേക്കാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ബോട്ട് ചട്ടിയുടെ ആ ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും.
എന്തായാലും വളരെയധികം ആസ്വദിച്ച ഒരു ഡേ ആൻഡ് നൈറ്റ് ആയിരുന്നു. ഒരു സ്റ്റേക്കേഷൻ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങളും ആസ്വദിച്ചു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു 1 ഡേ ട്രിപ്പ് ഇട്ട് വരിക, ഒരു പിക്നിക്കിന് വരിക. അറ്റ്ലീസ്റ്റ് ഒരു രാവിലെ വന്നിട്ട് നിങ്ങൾക്ക് വൈകുന്നേരം തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യും ഈ ഒരു യാത്ര. എനിക്കത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് ഈ ഒരു വ്ളോഗ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.